ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകാൻ ഇറങ്ങിയത്. അപ്പം മഴ, ഇപ്പം വെയിൽ വന്ന് ഞങ്ങൾ തിരിക്കുക. ഇവിടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു. പത്തനംതിട്ട ഇവിടെ പോകുന്നതെന്ന് ഇപ്പോൾ പറയാനേ ഞങ്ങൾ ചെന്ന് എത്തിക്കഴിഞ്ഞു. ചെറുപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന ചെറിയ റോഡാണ്. പത്തനംതിട്ടയിലേക്ക് പോകുന്ന യാത്രാമധ്യയുള്ള ആ സൗന്ദര്യമുള്ള സ്ഥലങ്ങളുണ്ടോ, മലകൾ, അങ്ങ് ആ മലയ്ക്കപ്പുറം വടശ്ശേരിക്കരയാണ്. ഇത് പത്തനംതിട്ടയ്ക്ക് പോകുന്ന റോഡാണ്, സ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേരും, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നീട് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതായത് ജനറൽ ഹോസ്പിറ്റൽ, PWD റെസ്റ്റ് ഹൗസ് ഒക്കെ കാണുന്ന ഒരു ബോർഡുണ്ട് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഡിയം റോഡാണ്, പത്തനംതിട്ട സ്റ്റേഡിയം റോഡാണ്. ഇവിടെയാണ് പത്തനംതിട്ടയുടെ ബോർഡുണ്ട്, KT സെൻറ്റർ. നോക്കാം. ഓക്കെ, അപ്പം ആ കപ്പലിലോട്ട് നമ്മൾ നടന്ന് കയറി അവിടെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ശബരിമല സ്വാമി അയ്യപ്പൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. പത്തനംതിട്ടയല്ലേ, ഇവിടുന്ന് ശബരിമലയ്ക്ക് അധികം ദൂരമില്ല. ഇവിടുത്തെ സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പനീർ, ഗോബി മസാല, വെജിറ്റബിൾ ബിരിയാണി, മീൽസാണ് നമ്മൾ. കൂപ്പൺ എടുക്കുക. ഊണ് പത്മ കഫേയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാൻ ചങ്ങനാശ്ശേരി പെരുന്ന പത്മ കഫേയുടെ വീഡിയോ കാണിച്ചിരുന്നു. ഇത് പത്തനംതിട്ടയാണ്. ധാരാളം ആൾക്കാർ വന്നു, ഉച്ച സമയമല്ലേ ഊണ്. ഇവിടെ പത്തനംതിട്ട വന്നാൽ ഏറ്റവും നല്ല ഊണ് ഏതാണെന്ന് ചോദിച്ചാൽ പത്മ കഫേ റെഫർ ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പം നമുക്കും ഒരു ഊണ് വീശിയിട്ട് വരാം. അത് സ്പെഷ്യൽ ഊണാണ്. അങ്ങനെ 2 ഊണുണ്ട്. സ്പെഷ്യൽ ഊണ് അല്ലേ? ഊടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഡയറക്റ്റ് AC-യിലോട്ട് പോകും. നമ്മുടെ ശരീരത്തിന് അത്ര സുഖമല്ലെന്ന് കേട്ടിട്ടുണ്ട്, അത്ര നല്ലതല്ല. എന്തായാലും വെളിയിലത്തെ അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് ആണ് നല്ലത് എന്ന് തോന്നി. സ്ഥലം ഇവിടെ അല്ലേ AC അല്ലാത്ത? ഈ സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങൾക്കും വേണ്ടിയിരുന്നത്. കാരണം ഇലയിൽ ചോറ് വിളമ്പുന്ന കടകൾ ഇപ്പോൾ താരതമ്യേന കുറഞ്ഞ് കാണുന്നുണ്ട്. നേരത്തെ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്ര കാണുന്നില്ല. ഞങ്ങൾ കേരളത്തിൽ വന്നതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്നും ഇപ്പോൾ ഇത് ആദ്യം വിളമ്പിയത് തന്നെ ഈ ഒരു സാധനം, പച്ചടി, മധുരപ്പച്ചടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് സദ്യയിൽ. അവിയലും മധുരപ്പച്ചടി, അതുപോലെ നാരങ്ങ കോമ്പിനേഷൻ അല്ലെങ്കിൽ അച്ചാർ കോമ്പിനേഷൻ. പിന്നെ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, ഓരോരോ ഐറ്റം. തോരൻ, അങ്ങനെ കടലയുടെ ഒരു ഐറ്റം, അങ്ങനെ എല്ലാ ഐറ്റം നിരനിരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വേണേ പറഞ്ഞോളൂ. പിന്നെ പറയാം. താങ്ക് യു. കേട്ടു. സഹോദരിമാരും അമ്മമാരും ഒക്കെ വിളമ്പുന്ന അതേ സ്റ്റൈലിൽ അവരുടെ ആ വിളമ്പ് സ്ത്രീകളാൽ നടത്തപ്പെടുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകമായിട്ട് NSSൻ്റെ പ്രഥമൻ അടപ്പായസം തോന്നുന്നു. എന്തായാലും ജില്ലയിൽ തിരുമൂലപുരത്ത് MG സോമൻ്റെ മകൻ നടത്തുന്ന പായസക്കടയിൽ പ്രഥമൻ കുടിക്കാൻ പോകാനിരുന്നതാണെന്ന്. പക്ഷെ മഴ കാരണം അധികം അങ്ങോട്ട് പോയില്ല, ദൂരെ പോകണ്ടെന്ന് വെച്ചു, ഇവിടെ തന്നെ വന്നു. ഇതിലേക്ക് ആവശ്യമുള്ള മിനിമം ഐറ്റംസൊക്കെ ഇപ്പോൾ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പപ്പടം, മുളക്, കടുമാങ്ങ അച്ചാർ, ഇവിടെ ചമ്മന്തിയുണ്ട്, പിന്നെ അപ്പുറത്ത് കടലയുടെ ഐറ്റം, പിന്നെ തോരൻ, അവിയൽ, പിന്നെ മധുരപ്പച്ചടി അപ്പുറത്തുണ്ട്. അങ്ങനെ പരിപ്പ്, നെയ്യ്, പ്രഥമൻ, ഇത്ര ഐറ്റം എല്ലാം കൂടി ഒരു 11 കൂട്ടം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സദ്യയിലെ പരിപ്പും നെയ്യും പപ്പടവും കൂട്ടിയുള്ള കഴിപ്പ് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഓരോന്ന് എടുത്ത് കുഴയ്ക്കുക, ഉരുള അടിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ചമ്മന്തി, അച്ചാർ, എല്ലാ ഐറ്റവും ഓരോന്ന് എടുത്ത് ഇങ്ങനെ സമയം എടുത്തിരുന്ന് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ സദ്യ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ സദ്യയിൽ ഇങ്ങനെ ഉരുള ഇങ്ങനെ പിടിച്ചു വേണം കഴിക്കാൻ. കണ്ട
ഇന്നത്തെ ഇഞ്ചിക്കറി അവർ തരുന്നില്ല, ചോദിച്ചാൽ തരുമായിരിക്കും. ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളി എന്തിനാന്ന് വെച്ചാൽ പ്രഥമനും കൂട്ടി കഴിച്ചതിന് ശേഷം ഒന്ന് നിൽക്കാനാണ്. അത് വളരെ നല്ലതാണ് ദഹനത്തിന്. ഒക്കെയാണെങ്കിൽ ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ 2 പേരിരിക്കുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ AC ഹോൾ ഉൾപ്പെടെ. സാമ്പാർ വരുന്നു. സാമ്പാർ ഒഴിക്കട്ടെ? കാശുണ്ട്. വീഡിയോ പോയാലേ 10 പേര് ഇവിടെ വരത്തുള്ളൂ. എന്തിനാ വീഡിയോ പിടിക്കുന്നത്? പരസ്യമില്ലാതെ ഏതൊക്കെ സ്ഥാപനം ഇവിടെ പത്മ കഫേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ രാവിലെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ പത്മ കഫേ ഇവിടെ പത്തനംതിട്ടയിലെ ഇലയിൽ വിളമ്പുന്നതായിട്ട് വീഡിയോ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഈ പായസം കൂട്ടി കഴിക്കണം. ഇവിടെ ഇത്ര സ്ഥലം ഉണ്ടാക്കി പായസം കഴിഞ്ഞു. അത് ലാസ്റ്റിൽ പുളിശ്ശേരി കൂട്ടി കഴിക്കണമെന്നാണ് പറയുന്നത്. പായസവും കൂടി കഴിച്ചതിന് ശേഷം പഴത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഇവിടെ. എന്നാലും സാരമില്ല, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. എല്ലാം നല്ല വിഭവങ്ങളായിരുന്നു. സാമ്പാറിന് അല്പം കൂടി കട്ടിയും കായത്തിൻ്റെ രുചിയും ഒക്കെ വേണമായിരുന്നു എന്ന് തോന്നിയിരുന്നു. ബാക്കി എല്ലാ കറികളും ഓക്കെ ആയിരുന്നു. സദ്യ പൊതുവെ നല്ലതായിരുന്നു. ഇപ്പം പായസം കുടിച്ചു കഴിഞ്ഞ് ഇനിയും പുളിശ്ശേരി കൂട്ടി കഴിക്കാം. ഇതാണ് സദ്യവട്ടം. ഇങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടത്. ഇതൊക്കെ നേരടി പൊടിച്ച് അതെല്ലാം കൂടെ കൂട്ടി എരിവെല്ലാം കൂടെ കൂട്ടി ഒരടി. പായസം കഴിച്ചു കഴിഞ്ഞ് ഇഞ്ചിപ്പുളി നാവിൽ തൊട്ടി നക്കി നാരങ്ങയൊക്കെ ചേർത്ത് വേണം ഇങ്ങനെ കഴിക്കാൻ. എന്നാലേ ദഹനത്തിന് നല്ലതാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും സദ്യ ഉണ്ണാൻ വരുമ്പം വയറ് ഒഴിച്ചിട്ടിട്ട് വരണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേ അല്ലേ? അത് നന്നായിരുന്നു. പത്മ കഫേക്ക് ഒരു 4.5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ കൊടുക്കണം. 5 സ്റ്റാർ അല്ലേ? താങ്ക് യു. 4 സ്റ്റാർ കൊടുത്തിരിക്കുന്നു. സദ്യ ഉണ്ട് കഴിഞ്ഞാൽ ഇല ഇങ്ങനെ ക്ലീൻ ആയിരിക്കണം. കണ്ടോ ഇങ്ങനെ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്, മിനി മാർക്കറ്റ് പോലെ വനിതാ സൂപ്പർ മാർക്കറ്റ്. പക്ഷെ അതുമുണ്ട്. അത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ, മേളത്തെ ഫ്ലോറിൽ വനിതാ മാർക്കറ്റ്. ഇതൊക്കെ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഗ്രൗണ്ടിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറ്, പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ 3 കെട്ടിടങ്ങളിലും NSSൻ്റെ പല കാര്യങ്ങളായിട്ട് നടത്തുകയാണ് ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം വിട പറയാം. വീണ്ടും കാണാം അടുത്ത വീഡിയോ. ഗുഡ് ബൈ.